എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പൂരി മസാല റെസിപ്പിയാണ്. പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോംബോയാണ് ഈ ഒരു പൊട്ടറ്റോ മസാല. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വെൽക്കം ടു പാറൂസ് പാൻട്രി. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 പൊട്ടറ്റോയും 1 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ മാത്രം വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പം വേവിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളൊന്ന് ഉടച്ചാണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത്. ഒരു പൊട്ടറ്റോ ഞാൻ ഓൾറെഡി സ്കിന്നൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഈ കുക്കറിനകത്തുനിന്ന് എടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. നിങ്ങളുടെ ഒരു വെജിറ്റബിൾ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. കൂടെ ഈ കടലപ്പരിപ്പ്, അതായത് ചനാദാൽ എന്ന് പറയും, അതും ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എരിവ് ഇത് കാശ്മീരി ചില്ലിയാണ്. ഞാൻ 2 കാശ്മീരി ചില്ലി ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ബ്രൗൺ അല്ല, കളറൊന്ന് മാറി വരും. പ്രത്യേകിച്ച് മൂപ്പിക്കാൻ നിൽക്കണ്ട. അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഇത്തിരി ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ്, ഒരുപാട് വേണ്ട, അതിങ്ങനെ കടിക്ക് ഒരുപാടാണെങ്കിൽ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിയെന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെ എരിയാണ്. അപ്പോൾ ഒരു 3 എരിവുള്ള പച്ചമുളക് ഞാനിങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകും ഉണക്കമുളകൊക്കെ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് സവാളയാണ്. സവാള ഞാൻ ഇതുപോലെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്തിട്ട്, ഒരുപാട് നേരം സവാള വഴട്ടുമൊന്നും വേണ്ട. അപ്പം സവാള ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് നമ്മളുടെ കറിയുടെ കളറെന്ന് പറയണത്. വേറെ ഒരു മസാല നമ്മൾ ചേർക്കുന്നില്ല വേറെ. അപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ ബ്രൗൺ കളറാക്കിയോ, ഒരുപാട് നേരം വഴട്ടുമൊന്നും വേണ്ട. ഈ ഉള്ളിയുടെ കാരണം നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വേവിച്ച് ഉടച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയിൽ ഇടയ്ക്കൊന്ന് കടിക്കുന്നത് ഈ ഉള്ളിയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ഒന്ന് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. കാരണം കളറൊന്നും മാറാനൊന്നും വേണ്ട, ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചപ്പോൾ തന്നെ സവാള കുക്കായിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായി, ഒരു ലൈറ്റ് പിങ്ക് കളർ പോലായി വെന്തപ്പോഴത്തേക്ക്. അപ്പോൾ സവാള കുക്ക് ചെയ്യാനെടുത്ത സമയം കൊണ്ട് ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് ഞാൻ ഒരുപാട് അങ്ങ് ഉടച്ചിട്ടില്ല, ഇടയ്ക്ക് കുറച്ച് ചെറിയൊരു പീസസൊക്കെ ഉണ്ട്. കാരണം നമ്മളിത് നന്നായിട്ട് ഒരുപാട് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ഉടച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് ഈ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളുടെ ഈ ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം, ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് സവാളയുടെ കൂടെ ഇട്ടതേ ഉള്ളൂ. അപ്പം ഈ പൊട്ടറ്റോയും ക്യാരറ്റിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം, നമുക്ക് ഗ്രേവിക്കുള്ളത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്തു. അപ്പം ഈ പൊട്ടറ്റോയും ക്യാരറ്റും ആണെങ്കിൽ നന്നായിട്ട് വെള്ളം അതങ്ങ് അബ്സോർബ് ചെയ്യാം വെള്ളം. അതുകൊണ്ട് തന്നെ നന്നായിട്ടത് ഇളക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. എത്രയാണ് നമുക്ക് ഗ്രേവി, കാരണം നമ്മളിപ്പോൾ ഇത്തിരി ഗ്രേവി ഇങ്ങനെ തോന്നിയാലും ഇത് കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആകും. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ വേവിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ഇനി പൊട്ടറ്റോയ്ക്കകത്തും ക്യാരറ്റിനകത്തുമൊക്കെ നമ്മളുടെ എരിവും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം, ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ, ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചേർക്കുമ്പോൾ നിങ്ങൾ ചൂടുവെള്ളം ചേർക്കാൻ നോക്കുക.
ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതിൽ ഏറെ വെള്ളമുണ്ട് എന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മൾ തണുത്ത് കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ, കുറച്ചുകൂടെ തിക്കാകും. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന ഒരു അഡീഷണലായിട്ട് ഒരു ടേസ്റ്റി ഫാക്ടറുടെ നമ്മൾ ഈ പൂരി മസാലയ്ക്കകത്ത് ചേർക്കുന്നുണ്ട്. അതായത് ഇത് പെരിഞ്ജീരകമാണ്. മസാല ജീരകമില്ലേ, ഇതൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വറുത്തൊന്നുമല്ല, പച്ചയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കണ്ട, നിങ്ങളൊന്ന് ചതച്ചെടുത്താൽ മതി. ഈ ഇടിക്കുന്ന കല്ലില്ലേ അതിൽ വെള്ളം ഇട്ടിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തിട്ട് ആ ചതച്ച പെരിഞ്ജീരകം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇത് വറുത്തെടുക്കണ്ട, പച്ച പെരിഞ്ജീരകം തന്നെ എടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഈ പൂരി മസാലയ്ക്കകത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊരു നല്ല ടേസ്റ്റാണ് പൂരി മസാലയ്ക്ക്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊന്നും വെക്കുകയൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് നേരം അടച്ചു കുക്ക് ചെയ്യൊന്നും വേണ്ട. ആ പെരുംജീരകത്തിൻ്റെ ആ റോ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ചൊന്ന് തിക്കായി. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക, ഒരു നല്ല ഫ്ലേവറാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇപ്പം കറക്റ്റാണ്. കണ്ടോ, വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ല. കുറച്ചൊരു തിക്ക് ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാടങ്ങ് ഒട്ടും തന്നെ വെള്ളം കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൂരി മസാല. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് പൂരിയുടെ കൂടെ കഴിക്കാൻ. പൂരി മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ലൊരു സൈഡ് ഡിഷാണ് കഴിക്കാൻ. അപ്പം പ്രത്യേകിച്ച് പൂരിയുടെ കൂടെ ഈ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഡിഷാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിനിയും അടുത്ത പ്രാവശ്യം പൂരി വയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്ന് പൂരി മസാല വെച്ച് കഴിക്കുക. അപ്പം ഞാനിന്നത് പൂരിയുടെ സൈഡ് ഡിഷായിട്ടാണ് ഇന്നത് എടുത്തിരിക്കുന്നത്. നമ്മൾ തമിഴ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഡിഷാണ് ഈ പൂരി മസാല എന്ന് പറയുന്നത്. അപ്പോൾ അതേ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.